ഹായ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, രാവിലത്തെ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫുള്ളായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിറകടുപ്പിലാണ് തീ കത്തിക്കുന്നത്. തീ പിടിപ്പിച്ചു, ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടോ. ചോറിന് വെള്ളം വെച്ച ശേഷം ചോറിന് വെള്ളം വെച്ച് ആ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് ചായക്ക് വെള്ളം എടുത്തിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അരി കഴുകി അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മാറ്റിയ വെള്ളം നമ്മൾ ഗ്യാസിൽ ചായക്ക് വെക്കുന്നു കേട്ടോ. ഞാൻ മിക്ക ദിവസവും വിറകടുപ്പിൽ തന്നെയാണ് ചോറും കറികളൊക്കെ വെക്കാറ് കേട്ടോ. മാക്സിമം ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില, അത് കാരണം ഞാൻ അടുപ്പിൽ തന്നെ മാക്സിമം വിറകുള്ളത് കൊണ്ട് അടുപ്പിൽ തന്നെ വെക്കും. എന്നിട്ട് നമ്മളിതാ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ വീടാട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ദഹിക്കില്ല, എങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മളിതാ ചായക്ക് പഞ്ചസാര തേയിലേക്ക് ഇട്ടു, ചായപ്പൊടി ഇട്ടു. ചായ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചു കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നേരിട്ട് തന്നെ ചാക്സണിലേക്ക് ഇറക്കി വയ്ക്കാറാണ് പതിവ്. വേറെ പാത്രത്തിലൊന്നും ഒഴിക്കില്ല, ഇത് അങ്ങനെ നേരെ ഞാൻ ചാക്സണിലേക്ക് ഇറക്കി വയ്ക്കും. എന്നിട്ട് അത് അടച്ചു വെച്ച് നമുക്കിനി കറി ഉണ്ടാക്കാം. കറി വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ പപ്പായയും കപ്പയും അത് രണ്ടും ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് രണ്ടും കൂടി ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും കൂടി വേവിക്കാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വേവിക്കാം. എന്നിട്ട് നമുക്കിനി അതിനായിട്ട് കറിക്ക് വേണ്ടി ഒരു അരപ്പുണ്ടാക്കാം. അപ്പോൾ തേങ്ങ നമുക്ക് ചിരവാൻ പറ്റാത്ത തേങ്ങയായിരുന്നു, അതുകൊണ്ട് അത് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തേങ്ങയെല്ലാം മുറിക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് ചമ്മന്തിക്കും വേണം, കുറച്ച് കറിക്കും വേണം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോ ഒരുപാട് നേരം ഇല്ല, എന്നാലും ഇടുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് തേങ്ങ ഇട്ടു. അതിലോട്ട് പിന്നെ എരിവിന് ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം പച്ചമുളകും ഉള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും മോൻ എണീറ്റിട്ട് ഒക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതാ ഇത് ആപ്പച്ചട്ടിയാണ്. അതിൽ ഞാനപ്പോൾ കുറച്ച് സവോളയും വെളുത്തുള്ളിയും കൂടി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ദോശ ഉണ്ടാക്കണം, അപ്പോൾ ദോശയ്ക്ക് വേണ്ടി ചമ്മന്തിക്ക് വേണ്ടി വെച്ചാണ്. പിന്നെ കുറച്ച് സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ബാക്കി അതൊന്നും കാണിക്കുന്നില്ല, വറുക്കാൻ വെച്ചിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ്. പിന്നെ നമുക്ക് ദോശയ്ക്ക് ഗോതമ്പ് ദോശയുണ്ട്, അപ്പോൾ ഗോതമ്പിന് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചമ്മന്തിക്ക് അരയ്ക്കാനുള്ളത് അരപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചമ്മന്തി അരയ്ക്കാം. കറി ഞാൻ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ വന്നിട്ടില്ല. കറി റെഡിയായി. കറി, സോയാബീൻ ഫ്രൈ, ചോറ് ഞാൻ ചാക്സണിൽ തന്നെയാണ് വാർത്തിട്ടില്ല. പിന്നെ ദോശയും ചമ്മന്തി, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യണതിൻ്റെയൊക്കെ ഒരു കുറവുകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്.